നമ്മളിൽ അധിക പേർക്കും പരിചിതമായ സൂറത്തുകളാണ് സൂറത്തുൽ റഹ്മാൻ, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ ഹദീദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും ഈ സൂറത്തുകളൊക്കെ ഓതണമെന്ന് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളുമായി നല്ല അടുപ്പവും ബന്ധവുമുള്ള ഈ സൂറത്തുകളുടെ വരികളിലും സ്വർഗനരകങ്ങളെ കുറിച്ചിട്ടാണ് അല്ലാഹു തആല പിന്നെയും 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 പറഞ്ഞത്. ഇത് കേട്ട് ആശ പൂണ്ട നമ്മൾ ഇനിയുള്ള ഓരോ നിമിഷങ്ങളിലും അള്ളാഹുവിനോട് ആത്മാർത്ഥമായ നിലയിൽ സ്വർഗത്തെ ചോദിക്കണം, നരകത്തിൽ നിന്ന് കാവൽ തേടണം. അത് നമ്മുടെ വാക്കുകളെ കൊണ്ടല്ല, ദുആയിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുന്ന വാക്കുകളെ കൊണ്ടല്ല, നമ്മുടെ മനസ്സിൻ്റെ ആശ, ആഗ്രഹം. നമ്മളെ കണ്ടാൽ ഇതൊക്കെ കേട്ട് അതിൻ്റെ അസർ നമ്മളിൽ ഉണ്ടായി എന്ന് അള്ളാഹുവിന് തോന്നണം. അങ്ങനെ തോന്നിയിട്ട് അല്ലാഹു തആല എന്നാൽ പിന്നെ നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് സ്വർഗം എടുത്തു തരണം. നമ്മളെ കണ്ടാൽ, നമ്മുടെ ആഗ്രഹവും ആവേശവും കണ്ടാൽ നമുക്ക് തരാൻ അള്ളാഹുവിന് തോന്നണം, നമ്മോട് കനിവ് തോന്നണം. അതിന് നമ്മളുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മയും ഭയപ്പാടും ഉണ്ടാകണം. ഖുർആൻ ആയത്തുകൾ കേൾക്കുമ്പോഴും അത് ഓതുമ്പോഴും ഹൃദയങ്ങൾ അതിനോട് അനുകൂലമായി സഞ്ചരിക്കണം. രസത്തിൽ ഓതിപ്പോയാൽ പോരാ, രസത്തിൽ കേട്ടാൽ പോരാ, അർത്ഥം വെക്കുകയും പ്രസംഗിക്കുകയും ചെയ്താൽ പോരാ. ഒരു ദിവസം നാട് ഭരിക്കുന്ന ഖലീഫ, അത് സാധാരണ ഖലീഫയല്ല, സാധാരണ ഭരണാധികാരിയല്ല, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകൾ രോഗിയായി, സുഖമില്ലാണ്ടായി. നാട്ടിലെ ഭരണാധികാരി, രണ്ടാം ഖലീഫ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബി, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ, ഇന്നും നമ്മളൊക്കെ പേര് കേൾക്കുമ്പോൾ ആവേശം കൊള്ളുന്നവർ, അങ്ങനത്തെ ഉമർ റളിയല്ലാഹു അൻഹു രോഗിയായി എന്ന് കേട്ടപ്പോൾ നാട്ടുകാരൊക്കെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി പോയി. അങ്ങനെയാണല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ഒരാൾ രോഗിയായാൽ അവരെ കാണാൻ നമുക്ക് പൂതിയാവും. നാട്ടുകാരധികം അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു. ആളുകളൊക്കെ രോഗസന്ദർശനം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ പുറത്ത് ആൾക്കൂട്ടം എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുകയല്ലേ. അപ്പോൾ ചില ആളുകൾ ചോദിച്ചു, അല്ല, നമ്മൾ ഖലീഫ രോഗിയായല്ലോ, നമ്മളെ ഖലീഫാനെ സന്ദർശിക്കാനല്ലേ വന്നത്, എന്താണ് നമ്മളെ ഖലീഫക്ക് പറ്റിയത്, എന്താ രോഗം, എന്താ അസുഖം, മുട്ടുവേദനയോ നടുവേദനയോ അല്ല വേറെ എന്തെങ്കിലും അസുഖം, എന്താ അസുഖം? അപ്പോഴാണ് ആളുകളെല്ലാവരും, ശരിയാണല്ലോ, നമ്മൾ രോഗസന്ദർശനം നടത്തി, ഇയാദത്തുൽ മരീദ് നടത്തി, കൂലി വാങ്ങി ഇറങ്ങി വന്നു. പക്ഷെ നമ്മുടെ ഖലീഫക്ക് എന്താ അസുഖം നമ്മൾ അന്വേഷിച്ചോ, എന്താ അസുഖം? കൂടി നിന്നവർ ഇങ്ങനെ, എന്താണ് നമ്മുടെ ഖലീഫക്ക് പറ്റിയത്, എന്താണ് നമ്മുടെ ഖലീഫയ്ക്ക് അസുഖം എന്ന് ചോദിച്ചപ്പോൾ ആ വീടുമായി അടുപ്പമുള്ള ഒരാൾ പറഞ്ഞു, ഒന്നുമില്ല, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂറത്ത് തൂർ ഓതിയതാണ്, വേറെ അസുഖമൊന്നുമില്ല. നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ടവർ, പത്രങ്ങൾ നിവർത്തി ചരമകോളം നോക്കുമ്പോൾ കുഴഞ്ഞു വീണു മരിച്ചു എന്ന് നമ്മൾ കുറേ ആളുകളെ കുറിച്ചിട്ട് വാർത്ത വായിക്കാറുണ്ട്. ഒരു രോഗവും ഉണ്ടായിരുന്നില്ല, ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല, നല്ല ആരോഗ്യവാനായിരുന്നു. ഞാൻ അന്ന് ഖുത്ബയിൽ പറഞ്ഞതുപോലെ ബാറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണു എന്നൊക്കെ നമ്മൾ വായിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. അത് നമ്മളിന്ന് സർവ്വസാധാരണമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യവാന്മാർ കളിക്കുന്നതിൻ്റെ ഇടയിൽ പോലും കുഴഞ്ഞു വീഴുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിക്കൊടുത്ത് പഠിപ്പിച്ച് പോറ്റി വളർത്തിയ ഒരു ശിഷ്യൻ, ഒരു സഹാബി, നമ്മളുടെ ഒക്കെ മാതൃകയായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകൾ രോഗിയായി കിടക്കുന്നത് എന്താണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് ആളുകൾ പറഞ്ഞത്, വേറൊന്നുമല്ല, നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നിസ്കാരത്തിൽ സൂറത്ത് തൂർ പാരായണം ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ വത്തൂർ. സൂറത്ത് തൂറിൻ്റെ വരികൾ നമ്മളിന്ന് കേട്ടല്ലോ. വത്തൂരി വകിതാബിൻ മസ്തൂർ,
والطور وكتاب مسطور في رق منشور والبيت المعمور والسقف المرفوع والبحر المسجور إن عذاب ربك لواقع إن عذاب ربك لواقع ما له من دافع إن عذاب ربك لواقع എന്ന ശബ്ദത്തിൽ ഓതി അദ്ദേഹം ബോധക്ഷനായി മറഞ്ഞു വീണു. രോഗിയായി, ഇപ്പോഴും കടത്തത്തിലാണ്, ഇപ്പോഴും ശുശ്രൂഷയിലാണ്. നമ്മളാണെങ്കിൽ സ്ട്രോക്കിന് 35,000 ഉറുപ്പിൻ്റെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, പെട്ടെന്ന് ഇഞ്ചക്ഷൻ കൊടുക്കാനാണ് വിധി പറയുക. അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ ആയോ എന്ന് പരിശോധിക്കാനാണ് നമ്മൾ പറയുക. പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ മനസ്സിനെ സ്ട്രോക്ക് വരുത്തിയത്, അദ്ദേഹത്തിൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയത് എന്തായിരുന്നു? വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റഖ്ഖിൻ മൻശൂർ. അള്ളാഹു ഇങ്ങനെ സത്യം ചെയ്ത് ഓരോ വിഷയങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ തിരിച്ചിട്ട് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയാണ്, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, തീർച്ചയായും നിന്റെ റബ്ബിന്റെ ശിക്ഷ വരാൻ പോകുന്നു, വരിക തന്നെ ചെയ്യും. അത് കേട്ടപ്പോൾ ഒന്ന് പടച്ച് ഉമർ മറഞ്ഞു വീണു റളിയല്ലാഹു അൻഹു. ഈ ഉമർ യുദ്ധരണാങ്കണത്തിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നിഴല് കണ്ടാൽ 500ഓളം ആളുകൾ ഓടി മറയുമായിരുന്നു എന്നാണ്. കുറഞ്ഞത് 500 പേരെങ്കിലും എതിരിട്ട് വരുമ്പോൾ മാത്രമാണ് ഉമർ നേരിട്ടിറങ്ങുക എന്നാണ് ചരിത്രം പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അവറുകൾ എവിടെങ്കിലും ആരെങ്കിലുമായിട്ട് പോരടിക്കണമെങ്കിൽ രണാങ്കണത്തിലേക്ക് ഇറങ്ങുമ്പോൾ ചരിത്രത്തിൽ കാണാം, അതെങ്കിലും നോക്കും. 500 കുറവാണെങ്കിൽ പോടെ, എൻ്റെ കൂടെ എല്ലാം അടിക്കാൻ പിരാന്തണ്ട പോ എന്ന് പറഞ്ഞു. ഞാൻ നമ്മുടെ ഭാഷയെ പറയുന്നുള്ളൂ, പോടാ നീയുമായിട്ടെല്ലാം മുട്ടാൻ എനിക്ക് നേരമില്ല എന്ന് പറയുന്ന രണാങ്കണത്തിൽ ധീരനായിരുന്ന, ജീവിതത്തിൽ നല്ല മാതൃകയായിരുന്ന, ഭരണകർത്താവ് എന്ന നിലയിൽ വലിയ പേരും പ്രസിദ്ധിയും നേടിയ, ഇന്നും പെരുമ ഭൂമി അംഗീകരിക്കുന്ന ആ മഹാത്മാവിൻ്റെ കർണപുടങ്ങളിൽ ഖൽബിൽ ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, നിന്റെ റബ്ബിൻ്റെ ശിക്ഷ അത് തീർച്ചയായും സംഭവിക്കുക തന്നെ ചെയ്യും. ഇപ്പോഴത്തെ കളിയും തമാശയും ചിരിയും വർത്താനവും പ്രസംഗവും ഊർദിയൊന്നും നോക്കണ്ട. നിന്റെ റബ്ബിൻ്റെ ഭാഗത്തുനിന്നുള്ള ശിക്ഷയുടെ തീരുമാനം അത് വരിക തന്നെ ചെയ്യും. വന്നാൽ മാലഹു മിൻ ദാഫിഅ, മാലഹു മിൻ ദാഫിഅ, അതിനെ തടുക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. മാലഹു മിൻ ദാഫിഅ, അതിനെ തടുക്കാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല. യൗമ തമൂറു സമാഉ മൗറാ വതസീറുൽ ജിബാലു സൈറാ ഫവൈലു യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ الذين هم في خوض يلعبون الذين هم في خوض يلعبون. അല്ലാഹു പറയാണ്, അന്നത്തെ ദിവസം ആകാശം അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇളകി മറിയും, ഭൂമി കുടുങ്ങും, കിളുങ്ങും, എല്ലാം തരിപ്പണമാക്കപ്പെടും, തകിടം മറിയും, പൊടിപടലം പോലെ ആകും. പിന്നല്ലേ നിന്റെ തണ്ട്, നിന്റെ തരികിട, നിന്റെ കിബ്ർ, അഹങ്കാരം, ഇതൊക്കെ നശിക്കും. യൗമ തമൂറു സമാഉ മൗറാ വതസീറുൽ ജിബാലു സൈറാ ഫവൈലു യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ الذين هم في خوض يلعبون فويل يومئذ للمكذبين. അന്നേ ദിവസം കളവാക്കിയവർക്കാണ് സർവനാശം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ തലയിലോട്ട് ഇതൊന്നും കയറുന്നില്ലല്ലോ. ഉമറിന്റെ തലയിൽ കയറിയപ്പോഴാണ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മറിഞ്ഞു വീണത്, രോഗിയായത്, രാത്രി മുഴുവൻ പിന്നെ മരിക്കുന്നത് വരെ കരഞ്ഞ് ഉറക്കമൊഴിഞ്ഞത്. നമ്മുടെ തലയിൽ കയറുന്നില്ല. നമ്മൾ അതൊക്കെ കളവാക്കുകയാണ്. ബാഹ്യമായ നിലയിൽ, പരസ്യമായ നിലയിൽ നമ്മുടെ നാവ് കൊണ്ട് അള്ളാഹുവിന്റെ വചനത്തെയും നിയമത്തെയും നമ്മൾ കളവാക്കുന്നില്ലെങ്കിലും നമ്മുടെ നിലപാട് കൊണ്ട് നമ്മൾ കളവാക്കുകയല്ലേ. ഇപ്പോൾ നമ്മുടെ നിലപാടുകളെ കൊണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങളെ നമ്മൾ കളവാക്കുകയാണ്. ഫവൈലു യൗമഇദിൽ മുകദ്ദിബീൻ الذين هم في خوض يلعبون الذين هم في خوض يلعبون. ആരാണ് ഈ മുകദ്ദിബീങ്ങൾ? ആരാണ് കളവാക്കുന്നവർ? الذين هم في خوض يلعبون. കളിതമാശകളിലും സുഖാഡംബരങ്ങളിലും ജീവിതത്തിന്റെ അതിപ്രസരങ്ങളിലും അടിച്ചുപൊളികളിലും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നവർ. الذين هم في خوض, അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളതൊക്കെ. എങ്ങനെങ്കിലുമൊക്കെ എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക, സുഖിച്ച് ജീവിക്കുക. ആകെ കുറച്ച് ദിവസം ജീവിതമുള്ളൂ, അതുകൊണ്ട് മര്യാദയ്ക്ക് സുഖമായി ജീവിക്കാൻ നോക്ക് എന്ന് പറയാം നമ്മളൊക്കെ. അള്ളാഹു പറയാണ്, യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദആ
യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ. ഒരു ദിവസം, ആ ദിവസത്തെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നത്. ആ ദിവസത്തെ കുറിച്ച് കേട്ടപ്പോഴാണ് ഉമറിന്റെ ഹൃദയം പടഞ്ഞത്. ഏതാ ദിവസം എന്നറിയോ? യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ ഹാദിഹി നാറു ലതി കുൻതും ബിഹാ. ഭയങ്കര രസകരമായ ആയത്താണ്. അള്ളാഹു പറയാ ഏതാ ദിവസം എന്നറിയോ? അതിനു മുമ്പ് സൂറത്ത് ദാരിയാത്ത് ഓതിയപ്പോഴും യൗമഹും അലൻ നാരി യുഫ്തനൂന വസ്സമാഇ ദാതിൽ ഹുബുക് ഇന്നകും ലഫീ ഖൗലിൻ മുഖ്തലിഫ് യുഫകു അൻഹു മൻ ഉഫിക് ഖുതിലൽ ഖറാസൂൻ അല്ലദീന ഹും ഫീ ഖൗദിൻ യൽഅബൂൻ ഖുതിലൽ ഖറാസൂൻ അല്ലദീന ഹും ഫീ ഖൗദിൻ യൽഅബൂൻ. നമ്മളെ അല്ലാഹു മനസ്സിലാക്കി അമൽ ചെയ്യുന്ന നല്ല ദാസന്മാരിൽ പെടുത്തി തരുമാറാകട്ടെ. ഇങ്ങനെ കളിതമാശകളിലും വിനോദങ്ങളിലും ജീവിത സുഖങ്ങളെ വർദ്ധിപ്പിക്കുന്ന തിക്കിലും തിരക്കിലും ഒക്കെ പെട്ടിട്ട് നരകം മറന്നുപോയാൽ, സ്വർഗം മറന്നുപോയാൽ, പടച്ചോനെ മറന്നുപോയാൽ, പരലോകം മറന്നുപോയാൽ, മരണം മറന്നുപോയാൽ അത് വലിയ അപകടമാണ്. അള്ളാഹു പറയാം, വലിയ അപകടമാണ്. ആ ദിവസം ഏതാ ദിവസം? യൗമഹും അലന്നാരി യുഫ്തനൂൻ. ഈ വിനോദങ്ങളിലും കളിക തമാശകളിലും ഒക്കെയായി കഴിഞ്ഞുകൂടിയിരുന്ന ആളുകൾ നരകത്തിൽ പരീക്ഷിക്കപ്പെടുന്ന ദിവസം. ഇവിടെ അള്ളാഹു പറഞ്ഞെന്താണ്? യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ ഹാദിഹി നാറു ലതി കുൻതും ബിഹാ തുകദ്ദിബൂൻ. എന്ത് നരകം, ഏത് നരകം, എന്ത് പരലോകം എന്നൊക്കെ ചോദിച്ചിരുന്ന ആളുകളെ കുറിച്ചിട്ട് അള്ളാഹു പറയാണ്, അത്തരക്കാരായ ആളുകളെ. ചോദ്യം മനസ്സിലായില്ലേ? എവിടെയാണ് നരകം, എപ്പോഴാണ് നരകം, എങ്ങനെയാണ് നരകം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ആളുകളെ കുറിച്ചിട്ട് അള്ളാഹു പറയാണ്, അത്തരക്കാരായ ആളുകളെ പിന്നിൽ നിന്നും ഉന്തിയിടപ്പെടുന്ന ദിവസം എന്നാ പറയുന്നത്. പിന്നിൽ നിന്നും ഉന്തിയിടപ്പെടുന്ന ദിവസം. എന്നിട്ട് അവരോട് പറയപ്പെടും, ഹാദിഹി അന്നാറുൽ ലതി കുൻതും ബിഹാ തുകദ്ദിബൂൻ. നീ പണ്ട് ചോദിക്കില്ലേ ഏതാ നരകം? യഖൂലുന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമബ്ഊസൂൻ എന്നൊക്കെ ചോദിച്ചില്ലേ പണ്ട്? അങ്ങനൊക്കെ നീ ചോദിച്ചിരുന്ന ആ നരകം ഇല്ലേ? ഇതാ ഹാദിഹി അന്നാറുൽ ലതി കുൻതും ബിഹാ തുകദ്ദിബൂൻ. പിന്നിൽ നിന്നും ഉന്തി അതിലേക്ക് ഇട്ടിട്ട് അവനോട് പറയും, ഓയ് ഇതാണ് നീ ഇതുവരെ കളവാക്കിക്കൊണ്ടിരുന്ന നരകം. ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് ചോദിക്കും. ഈ വചനങ്ങൾ ഓതുകയായിരുന്ന പള്ളിയിലെ ഇമാം അവറുകൾ രോഗിയായി. മാമൂമിങ്ങളോ? ഞാൻ നിങ്ങളും ആലോചിക്കേണ്ടത്, നമ്മളിങ്ങനെ ദീർഘമായ നിലയിൽ നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, ദിക്ർ ദുആക്കളും ഇഅ്തികാഫും സൽക്കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നു. അത് നമ്മുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കണം. ഖുർആൻ ആയത്തുകൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങണം. ഭയപ്പാടുണ്ടാകണം. പരലോകത്തെക്കുറിച്ച് ചിന്ത ഉണ്ടാകണം. സ്വർഗ നരകങ്ങളെ കുറിച്ചിട്ടുള്ള വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ വരണം. അള്ളാഹുവിനോട് ആത്മാർത്ഥമായ നിലയിൽ സ്വർഗത്തെ ചോദിക്കണം. നരകത്തിൽ നിന്ന് കാവൽ തേടണം. സ്വർഗം കിട്ടാൻ ഉതകുന്ന നിലയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കണം. എല്ലാം വേണം. സൂറത്ത് തൂറിന് ഒരുപാട് സംഭവ പശ്ചാത്തലങ്ങളുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹാ അവറുകൾ. ആരായിഷ ബീവി? നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി, പ്രിയപ്പെട്ട ഭാര്യ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ പ്രിയപ്പെട്ട മകള്, അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരുടെ പ്രിയപ്പെട്ട മകള്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ പ്രിയപ്പെട്ട പുത്രിയും നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയും മുഅ്മിനീങ്ങളായ നമ്മളുടെ ഒക്കെ ഉമ്മയുമായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അവറുകളെ കുറിച്ചിട്ട് അവരുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ പറയുന്ന ഒരു സംഭവമുണ്ട്. ജ്യേഷ്ഠത്തിയുടെ മകൻ, അവർക്ക് മക്കളില്ലല്ലോ. ജ്യേഷ്ഠത്തിയുടെ മക്കള് അതിൽപ്പെട്ട ഒരു മഹാനവറുകൾ പറയാണ്, ഞാന് മാർക്കറ്റിലേക്ക് പോവുകയായിരുന്നു, ചന്തയിലേക്ക് പോവുകയായിരുന്നു, കമ്പോളത്തിലേക്ക്, പീടികയിലേക്ക് പോവുകയായിരുന്നു. ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് പീടികയിലേക്ക് പോകാൻ ഇറങ്ങി നടന്നു പോകുന്ന വഴിയിൽ എളാമാന്റെ പുരന്റെ മുമ്പിൽ കൂടെയാണ് പോണ്ടിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജറയുടെ പരിസരത്തു കൂടെയാണ് എനിക്ക് കടന്നു പോകേണ്ടത്. അപ്പൊ ഞാൻ വിചാരിച്ചു, പോകുന്ന വഴിയിൽ എളാമാനെ ഒന്ന് കണ്ടേക്കാം. ഉമ്മാന്റെ അനിയത്തിയല്ലേ, ഞങ്ങളുടെ പിരിസപ്പെട്ട എളാമയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങളുടെ പിരിസപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയാണ്. ഇടയ്ക്കൊന്ന് കയറാം, സലാം പറയാം, വിവരം അന്വേഷിക്കാം, സുഖം അന്വേഷിക്കാം, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാം. അങ്ങനെ ഏട്ടത്തിൻ്റെ മകൻ സ്നേഹത്തോടു കൂടി അദ്ദേഹം പറയാണ്, ഞാൻ ആ വീട്ടിൻ്റെ മുമ്പിൽ പോയി വാതിലിൽ നിന്ന് സലാം പറഞ്ഞു. കുറച്ച് സമയം കാത്തു നിന്നു, മറുപടി ഒന്നും കിട്ടിയില്ല. വീണ്ടും സലാം പറഞ്ഞു, മറുപടി ഒന്നും കിട്ടിയില്ല. വീണ്ടും സലാം പറഞ്ഞു, മറുപടി ഒന്നും കിട്ടിയില്ല. സാധാരണഗതിയിൽ ഒരു വീട്ടിൽ നമ്മൾ പോയാൽ ചെയ്യേണ്ട അദബ് ഇങ്ങനെയാണ്. നമ്മൾ ആ വീട്ടിന് മുമ്പിൽ പോയി നിൽക്കണം, ബെല്ലടിക്കണം. ഇപ്പോൾ നമ്മൾ സലാമിന് പകരം അടിക്കുന്നത് ബെല്ലാണല്ലോ. ബെല്ലടിക്കും. ഒരു പ്രാവശ്യം ബെല്ലടിച്ചു, ഒരു മറുപടിയില്ല. 2 പ്രാവശ്യം ബെല്ലടിച്ചു, ഒരു മറുപടിയില്ല. 3 പ്രാവശ്യം ബെല്ലടിച്ചു, ഒരു മറുപടിയില്ല. എന്നാൽ എന്ത് ചെയ്യണം? അലാക്കിൻ്റെ നോമ്പ സദക്ക കൊടുക്കാൻ മടിച്ചിട്ട് ഗേറ്റും പൂട്ടി, ഡോറും പൂട്ടി,
ബെല്ലടിച്ചിട്ട് കേൾക്കും പോലെ ആക്കാണ്ട് കിടന്നുറങ്ങുന്നു, നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ട് പിരാഗിട്ട് ഇറങ്ങണം. അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 പ്രാവശ്യം സലാം പറഞ്ഞിട്ട് മടക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ തിരിച്ചു പോകണം. ഇങ്ങനെ നിങ്ങൾ തിരിച്ചു പോകണം. ആ വീട്ടുകാരെ ശപിക്കണ്ട, ആ വീട്ടുകാരെ കുറ്റപ്പെടുത്തണ്ട, വീട്ടുകാരെ കുറിച്ചിട്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത വർത്താനം ഒന്നും പറഞ്ഞ് പാവവും ദോഷവും വലിച്ചു വെക്കണ്ട. ഈ ജ്യേഷ്ഠത്തിൻ്റെ മകൻ പറയാണ്, ഞാൻ 3 പ്രാവശ്യം സലാം പറഞ്ഞിട്ടും മറുപടി ഇല്ലാതായപ്പോൾ ഇത് എൻ്റെ എളാമ്മൻ്റെ വീടല്ലേ, അന്യ വീടല്ലല്ലോ, ആരാൻ്റെ വീടല്ലല്ലോ, എളാമ്മൻ്റെ വീട്, എനിക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഞാൻ മെല്ലെ വാതിൽ ഇങ്ങനെ തുറന്നു. അങ്ങനെ നമ്മൾ ഇന്നത്തെ പോലെ കുറ്റിയിടാൻ പറ്റുന്ന ഗേറ്റും ഇല്ല, പൂട്ടി വെക്കാൻ പറ്റുന്ന ഡോറും ഇല്ല. നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീവി താമസിച്ച വീട് ഈത്തപ്പന കൊണ്ട് പണിഞ്ഞ ഒരു ചെറിയ കുടിലാണ്, ഒരു കുടിൽ. അതുകൊണ്ട് അതിനങ്ങനെ തുറന്നാൽ തുറക്കാൻ കഴിയാത്ത ശക്തിയുള്ള ഡോറൊന്നുമില്ല. ഞാൻ എളാമാൻ്റെ ആ ചെറിയ ഡോർ ഇങ്ങനെ ഒന്ന് ആക്കി നോക്കി, എന്താ പറ്റിയെന്ന് നോക്കണ്ടേ. കുറേ നേരമായിട്ടും മറുപടിയില്ല. ഞാൻ നോക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എളാമ നിസ്കാരത്തിലാണ്. എന്ത് നിസ്കാരം? ഖിയാമുൽ ലൈലല്ല, തറാവീഹ് അല്ല, ജുമാ നിസ്കാരമല്ല. പിന്നെയോ ഞാൻ എൻ്റെ എളാമയെ കാണാൻ വേണ്ടി കയറി നോക്കുമ്പം ളുഹാ നമസ്കാരത്തിലാണ്. രാവിലെ ഇപ്പോൾ സാധാരണ കമ്പോളത്തിലേക്ക് പീടിയിലേക്ക് പോകുന്നത് 8 മണിക്കോ 9 മണിക്കോ 10 മണിക്കോ ഒക്കെ ആയിരിക്കുമല്ലോ. ളുഹാ നിസ്കാരത്തിലാണ്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ജീവിതത്തിലെ പതിവ് ഇന്നും അവർ നിലനിർത്തി പോവുകയാണ്. നമുക്ക് സാധാരണ ളുഹർ, അസർ, മഗ്രിബ്, ഇഷ, സുബഹി എന്ന് പറയുന്ന 5 നിസ്കാരം മാത്രമല്ലല്ലോ. അതിനോടൊപ്പം നമ്മൾ നിർബന്ധം പോലെ നിർവഹിക്കേണ്ട ഒരു നിസ്കാരമാണ് തഹജ്ജുദ് നമസ്കാരം. അതുപോലെ ളുഹാ നമസ്കാരവും വലിയ പ്രാധാന്യത്തോടു കൂടി നമ്മൾ നിസ്കരിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, റമദാനിൻ്റെ ആ പതിവ് ജീവിതത്തിൽ ഉടനീളം നിലനിർത്താൻ ശ്രമിക്കണം. സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞത് മുതൽക്ക് അങ്ങോട്ട് ഏകദേശം നട്ടുച്ച വരെ നീണ്ടു നിൽക്കുന്ന സമയത്തിൻ്റെ ഇടയിൽ ഇഷ്റാഖ് എന്ന പേരിലോ ളുഹ എന്ന പേരിലോ 2, 4, 8, 12 റക്അത്ത് നിസ്കരിക്കണം. ആ നിസ്കാരത്തിന് വലിയ പ്രതിഫലമുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം വരില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വലിയ പ്രതിഫലമുണ്ട്, പാപകർമ്മങ്ങൾ മാപ്പാക്കപ്പെടും എന്നൊക്കെ ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ പതിവ് ആയിഷ റളിയല്ലാഹു അൻഹ അവർ ഇപ്പോഴും നിലനിർത്തുകയാണ്. ഇപ്പോഴും നിലനിർത്തുക. എളാമ നിസ്കാരത്തിലാണ്. എളാമ നിസ്കാരത്തിൽ നീട്ടി ഓതുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഖിയാമുൽ ലൈലല്ല. തറാവീഹ് നമസ്കാരത്തിൽ ഒരല്പം കൂടുതൽ ഓതിപ്പോയാൽ ഇമാം അടക്കം ഇങ്ങനെ വാച്ചെടുത്ത് പോകും. ഞാൻ നോക്കുന്നുണ്ട്, ഇമാം ഇങ്ങനെ വാച്ച് നോക്കും. എന്താ കാരണം അറിയാം? ഈ പുറകെ നിൽക്കുന്ന ആളുകൾക്ക് 2 or 3 മിനിറ്റ് കൂടിപ്പോയാൽ കുഴപ്പമായാലോ എന്ന് പേടിച്ചിട്ട് ഇമാം ഇങ്ങനെ വാച്ച് നോക്കുകയാണ്. അപ്പോൾ പിന്നെ മാമു എന്തായാലും വാച്ചും ക്ലോക്കും 4 സൈഡും നമ്മൾ ക്ലോക്ക് വെച്ചേക്കാണ്. എന്തിനാ? ഉസ്താദ് പ്രസംഗിക്കാനിരിക്കുമ്പോൾ തുടങ്ങിയാൽ പിന്നെ നിർത്തൂല. അതുകൊണ്ട് ഉസ്താദിൻ്റെ കഴുത്തിന് പിടിക്കാൻ വേണ്ടിയിട്ട് 4 സൈഡും അല്ലേ. പ്രിയപ്പെട്ടവരെ, ഖിയാമുൽ ലൈലൊന്നും അല്ല, തറാവീഹ് നിസ്കാരമൊന്നും അല്ല, ളുഹാ നമസ്കാരമാണ്. എൻ്റെ എളാമ ളുഹാ നമസ്കാരത്തിൽ എന്താ ഓതുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ സൂറത്ത് തൂർ ഓതുകയാണ്. വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻഷൂർ. ഏതൊരു സൂറത്തിൻ്റെ വാക്കുകളായിരുന്നു സാക്ഷാൽ ഉമർ ഇബ്നുൽ ഖത്താബിനെ രോഗിയാക്കി മറിഞ്ഞു വീഴാൻ നിർബന്ധിതനാക്കിയത്. അതേ സൂറത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ എന്ന എൻ്റെ എളാമ ഓതിക്കൊണ്ടിരിക്കുക, ളുഹാ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ചു നേരം കാത്തു നിന്നു. കാരണം 1.5 പേജും കൂടെ ഓതിയാൽ തീരുമല്ലോ. തീർന്ന സലാം വീട്ടിട്ട് ഉമ്മാനെ കാണാമല്ലോ, സലാം പറയാമല്ലോ, വിശേഷം ചോദിച്ചിട്ട് പോകാമല്ലോ. ഞാൻ കുറച്ചു നേരം കാത്തു നിന്നു. പക്ഷേ എൻ്റെ എളാമ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൂറിൻ്റെ ചില വചനങ്ങളിൽ എത്തിയപ്പോൾ അവരത് ആവർത്തിച്ച് ഓതി കരഞ്ഞുകൊണ്ടേയിരുന്നു. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഅയൂൻ, ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഅയൂൻ ആഖിരീന മാ ആതാഹും വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം, ആഖിരീന മാ ആതാഹും റബ്ബുഹും വഖാഹും അദാബൽ ജഹീം. വീണ്ടും ആ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊണ്ടേയിരുന്നു. എളാമ നിർത്തുന്നില്ല. ഓതിക്കൊണ്ടിരിക്കുന്നു, കരഞ്ഞുകൊണ്ട്. ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഊഹു ഇന്നഹു ഹുവൽ ബർറുർ റഹീം, എൻ്റെ എളാമ ഓതി കരഞ്ഞ് പിന്നെയും ആ ആയത്തുകൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു. കുറേ സമയം ഞാൻ കാത്തു നിന്നു. പിന്നെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഏതായാലും വീഡിയോയിലേക്ക് പോവാം, അത്യാവശ്യങ്ങളൊക്കെ തീർക്കാം, സാധനങ്ങളും മറ്റുമൊക്കെ വാങ്ങിയിട്ട് മടങ്ങി വരുമ്പോൾ എന്തായാലും നിസ്കാരം തീരുമല്ലോ. ളുഹാ നിസ്കാരമല്ലേ, നേരം വെളുക്കുന്നത് വരെ ഒന്നുമില്ലല്ലോ. നിസ്കാരം തീരും, എളാമാനെ കാണാം എന്ന് വിചാരിച്ച് ഞാൻ കമ്പോളത്തിൽ പോയി എൻ്റെ ആവശ്യങ്ങളെല്ലാം പൂർത്തിയാക്കി. കുറേ നേരത്തിന് ശേഷം ഞാൻ മടക്ക യാത്രയിൽ എളാമാൻ്റെ വീട്ടിൽ കയറി. പഴയതുപോലെ തന്നെ സലാം പറഞ്ഞു, മറുപടിയില്ല. ഉള്ളിൽ കയറുമ്പോൾ എൻ്റെ എളാമ അതേ ആയത്തുകൾ വീണ്ടും ഓതി അതേ നിസ്കാരത്തിൽ കരയാണ്. എൻ്റെ എളാമാൻ്റെ ളുഹാ നിസ്കാരം തീർന്നില്ല.
ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഅയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം. ആയത്തുകൾ ഓതുക. എന്താ സംഗതി പ്രിയപ്പെട്ടവരെ? അള്ളാഹു പറയുന്നു, എൻ്റെ മുത്തഖീങ്ങളായ അടിയാറുകൾക്ക് വേണ്ടി ഞാൻ സ്വർഗം പണിഞ്ഞൊരുക്കി വെച്ചിട്ടുണ്ട്. എനിക്കും നിങ്ങൾക്കും അള്ളാഹു നമുക്കൊക്കെ തരുമാറാകട്ടെ. ഒന്ന് ഉണർന്ന ആമീൻ പറയും പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായിട്ട് ആമീൻ പറയും. ഈ പാതിരാത്രികളിലെ നമ്മളുടെ ഈ ദുആയും ആമീനും കൊണ്ട് വേണം സാധുക്കളായ നമുക്ക് ആ സ്വർഗം കിട്ടാൻ. നമുക്ക് എങ്ങനെ സ്വർഗം കിട്ടാനാ? നമ്മൾ എന്ത് അമല് ചെയ്തിട്ടാണ് നമ്മൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുന്നത്? നമ്മുടെ കയ്യിൽ എന്ത് അമലാ ഉള്ളത്? എൻ്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ സ്വർഗത്തെ പണിതൊരുക്കി വെച്ചിരിക്കുന്നു. അവരുടെ അധ്വാനവും അമലും കാരണം ആഖിദീന മാ ആതാഹും റബ്ബുഹും, അവരുടെ റബ്ബ് കൊടുക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഈ സ്വർഗം, അവരിങ്ങനെ വാങ്ങുന്നു, സ്വീകരിക്കുന്നു, കൈപ്പറ്റുന്നു. നമ്മളെ അള്ളാഹു കൂട്ടത്തിൽ പഠിച്ചു തരുമാറാകട്ടെ. വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം, വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം. ജഹീമിന്റെ കടുപ്പപ്പെട്ട കഠിനമായ അദാബിൽ നിന്നും അവരുടെ റബ്ബ് അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇന്നാ കുന്ന മിൻ ഖബ്ലു നദ്ഉ ഇന്നഹു ഹുവൽ ബർറുർ റഹീം. പിന്നെയാണ് ഐഷ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ പടച്ചവന്റെ വാക്കുകൾ ആവർത്തിച്ച് ഓതാൻ അവർ നിർബന്ധിതയായത്. എന്താ കാരണം? സ്വർഗവാസികൾ അവർക്ക് അല്ലാഹു കൊടുത്ത നിഅമത്തുകൾ അത് ലഭിച്ചപ്പോൾ അവർ ആഹ്ലാദിച്ചു, സന്തോഷിച്ചു, അല്ലേ? ആഹ്ലാദവും സന്തോഷത്വവും കൊണ്ട് അവരൊക്കെ കൂടിയിരുന്നു കൊണ്ട് ഇങ്ങനെ ഒച്ചത്തിൽ വിളിച്ചോ, ആഹാ ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉ. നമ്മൾ പണ്ട് ഇത്തികാഫിന്റെ സമയത്ത് അവസാനത്തെ 10 ഒറ്റ രാവുകളിൽ പള്ളിയിലിരുന്ന് പടച്ചവനോട് ചോദിച്ചില്ലേ നമ്മളെല്ലാവരും? അള്ളാഹുവേ, ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേന്ന്, അള്ളാഹുവേ ഈ സ്വർഗം നമുക്ക് തരണേന്ന് നമ്മൾ പണ്ട് ചോദിച്ച ഓർമ്മയില്ല? ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉ, പണ്ട് നമ്മൾ ചോദിച്ചില്ലേ? അൽഹംദുലില്ലാഹ് ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം. കണ്ട, ഇപ്പൊ അള്ളാഹു നമ്മുടെ മേലെ എത്ര ഔദാര്യം ചെയ്തു. അള്ളാഹു നമ്മുടെ മേലെ എത്ര ഔദാര്യം ചെയ്തു. വവഖാനാ അദാബസ് സമൂം. ഈ രോമകൂപങ്ങളിലൂടെ കത്തിക്കയറുന്ന ഈ നാരകീയമായ ശിക്ഷയിൽ നിന്നും പടച്ചവൻ നമ്മളെ രക്ഷപ്പെടുത്തിയല്ലോ. നമ്മൾ സന്തോഷത്തോടെ പറയാ. പ്രിയപ്പെട്ടവരെ, അതിന്റെ മറുഭാഗം ചിന്തിച്ചുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവറുകൾ കരഞ്ഞത് എന്ന് സംഭവത്തിൽ പറയാം. എന്താ സംഗതി? അൽഹംദുലില്ലാഹ്, നമ്മളെ അല്ലാഹു രക്ഷപ്പെടുത്തിയല്ലോ, നമുക്ക് അല്ലാഹു സ്വർഗം തന്നല്ലോ, നമ്മളെ നരകത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയല്ലോ, നമ്മൾ പണ്ടേ ഇങ്ങനെ ദ്വാരന്ന് ഇപ്പം സമാധാനമായല്ലോ എന്ന് പറയുമ്പോൾ മറുഭാഗത്തൊരു വിഭാഗം ഇതിനെ കളവാക്കുകയും ഈ അമലുകൾ ഒന്നും ചെയ്യാതെ പോവുകയും നഷ്ടം സംഭവിക്കുകയും നരകത്തിന് വിധിക്കപ്പെടുകയും ചെയ്ത ആളുകൾ തിളച്ചു പൊന്തുന്ന നരകത്തിൽ ശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെടും. ആയിഷ ബീവിയുടെ ഈ കരച്ചിൽ, അല്ലാഹുവേ ഈ പറയുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാവോ റബ്ബേ, വവഖാന അദാബസ് സമൂം, ഫമന്നല്ലാഹു അലൈനാ വവഖാന അദാബസ് സമൂം എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടാകുമോ? ആ ഒരു ഫിക്റിലാണ് ദുഹാ നമസ്കാരം നീണ്ടുപോയത്, നിർത്താൻ തോന്നാത്തത്, കരച്ചിൽ അടക്കാൻ കഴിയാത്തത്. എൻ്റെ അളാമയുടെ നമസ്കാരം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, ഒരു ഖുർആനിന്റെ വചനം അല്ലെങ്കിൽ ഒരു ഖുർആനിന്റെ സൂറത്ത് അതിന്റെ ഓരോ വരികളിലൂടെയും നമ്മുടെ ഹൃദയങ്ങളിൽ വമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉ ഇന്നഹു ഹുവൽ ബർറുർ റഹീം എന്നൊക്കെ നമ്മൾ ഓതുന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഓതിക്കേൾപ്പിക്കുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങണം. അത് നൽകുന്ന പാഠം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം. മഹാന്മാരായ സഹാബാക്കളെ പോലെ, താബിഈങ്ങളെ പോലെ, നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളെ പോലെ നമ്മുടെ ഹൃദയങ്ങൾ അതിനോട് അനുകൂലമായ നിലയിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി എപ്പോഴാ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രായോഗികമായി ഇതിലേക്ക് ഇറങ്ങുക? വെറും വർത്താനത്തിലും പ്രസംഗത്തിലും ഖുർആനോത്തിലും മാത്രം സ്വർഗം പറയുകയും നമ്മുടെ ജീവിതത്തിൽ സ്വർഗം കിട്ടാൻ സാധ്യതയുള്ള അമലുകളൊന്നും ഇല്ലാതാവുകയും ചെയ്താൽ, അല്ലേ? അത് നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ആഖിദീന മാ ആതാഹും റബ്ബുഹും വവഖാഹും റബ്ബുഹും ആഖിദീന മാ ആതാ എന്ന് പറയുന്ന ആയത്തിൽ ഈ സ്വർഗം ആരാണ് വാങ്ങുന്നത്, ആർക്കാണ് കിട്ടുന്നത്, ആർക്കാണ് ലഭിക്കുന്നത് എന്ന് അള്ളാഹു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ പ്രത്യേകം പറഞ്ഞ സിഫത്തുകളും ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണ്ടേ? എന്നാലല്ലേ നമുക്ക് പ്രതീക്ഷിച്ച് കാത്തിക്കാൻ പറ്റൂ. ആ സിഫത്തുകൾ ഉണ്ടാക്കാനാണ് ഇങ്ങനെ നമ്മളോട് ഉറക്കമൊഴിയാൻ പറയുന്നത്, പട്ടിണി ഇരിക്കാൻ പറയുന്നത്, രാത്രിയിൽ പള്ളിയിൽ കിടക്കാൻ പറയുന്നത്. പള്ളിയിൽ കിടന്ന് പടച്ചവന്റെ മുമ്പിൽ കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ച് ദ്വാരന്ന് നമ്മുടെ ഉള്ളൊക്കെ കഴുകി വൃത്തിയാക്കി സ്വർഗത്തിന്റെ അവകാശികളാകാൻ നമുക്ക് സാധിക്കണം.
നരകത്തിന്റെ അദാബുകളിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണം. അതിന് എത്ര ദിവസം ബാക്കിയുണ്ട്? എത്ര ദിവസം ബാക്കിയുണ്ട്? അതിനായി അള്ളാഹു നമുക്ക് അനുവദിച്ച ദിവസങ്ങളിൽ അധികവും നഷ്ടപ്പെട്ടില്ലേ, കഴിഞ്ഞു പോയില്ലേ? നമ്മൾ ഖുർആൻ ഓതി 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 സ്വർഗ നരകങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് അവസാനം അള്ളാഹു വളരെ ന്യായമായ നിലയിൽ, അതിനേക്കാൾ സ്നേഹാർദ്രമായ നിലയിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു ആയത്ത് അവസാന ഭാഗത്ത് കടന്നുപോയി. അലം യഅ്ന ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അലം യഅ്ന ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. എന്തേ മുസ്ലിമീങ്ങളെ, എന്തേ മുഅ്മിനീങ്ങളെ, അലം യഅ്ന ലില്ലദീന ആമനൂ, മുഅ്മിനീങ്ങളായവർക്ക് ഇനിയും നേരമായില്ലേ എന്നുള്ള ചോദിക്കുക. കേൾക്കുന്നുണ്ടോ? സൂറത്തുൽ ഹദീദാണ് നമ്മൾ അവസാനം ഓതിയത്. അതിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു നമ്മളെ താക്കീദിന്റെ ശബ്ദത്തിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടാണ് ഇന്നത്തെ നിസ്കാരം അവസാനത്തിലേക്ക് കടന്നത്. അലം യഅ്ന ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഇനി എപ്പോഴാ ഈ മുഅ്മിനീങ്ങൾക്ക് സമയമാകുന്നത്? ഇനി എപ്പോഴാ സമയമാകുന്നത്? അള്ളാഹു നമ്മളുടെ ഒക്കെ മനസ്സിൽ മാറ്റം തരുമാറാകട്ടെ. അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഉമറിനെ കരയിപ്പിച്ചതുപോലെ, രോഗിയാക്കിയതുപോലെ ആയിഷ ബീവിയെ കരയിപ്പിക്കുകയും ആഖിറത്തെ കുറിച്ചുള്ള ഫിക്ർ അവർക്ക് നൽകുകയും ചെയ്തതുപോലെ എൻ്റെ അടിമകൾ മുഅ്മിനീങ്ങളായ ഇവരുടെ ഒക്കെ മനസ്സിൽ ഇനി എന്നാണാവോ ഈ ഒരു ചിന്ത വരിക എന്നുള്ള ചോദിക്കുക. ഇനി എപ്പോഴാ സമയമാകുക? ഇനി എപ്പോഴാ സമയമാകുക? പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിൽ ഇനി കാത്തു നിൽക്കാൻ സമയമില്ല. ഇനി കാത്തു നിൽക്കാൻ സമയമൊന്നുമില്ല. നമുക്ക് കിട്ടിയ ഈ രാവുകളെ പകലുകളെ ഒക്കെ ഉപയോഗപ്പെടുത്തി പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. ഫിക്ർ ഉണ്ടാക്കാൻ ശ്രമിക്കണം. ആഖിറത്തിന്റെ ചിന്ത വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇബാദത്തുകളിൽ മുന്നേറണം. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും തൗഫീഖ് തരുമാറാകട്ടെ. ഇത് പാതിരാത്രിയിൽ പടച്ചവന്റെ മുമ്പിൽ കരഞ്ഞ് 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 നേടിയെടുക്കേണ്ട ഒരു സമ്മാനമാണ്. കരഞ്ഞ് നേടിയെടുക്കേണ്ട ഒരു സമ്മാനമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഭയപ്പാടിന്റെ പേരിൽ ലഭിക്കേണ്ട സമ്മാനമാണ്. ജീവിതത്തിലെ സൂക്ഷ്മതയുടെ പേരിൽ ലഭിക്കേണ്ട സംഗതിയാണ്. അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള സമയം അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി നമ്മുടെ സമയത്തെ വിനിയോഗിക്കാൻ ശ്രമിക്കണം. രാത്രി ഒന്നും പാഴാകരുത്, പകലൊന്നും പാഴാകരുത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അല്ലദീനഹും ഫീ ഖൗദിൻ യൽഅബൂൻ എന്ന് പറഞ്ഞില്ലേ? കളിതമാശകളിലും വിനോദങ്ങളിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലുമൊക്കെ ഇടപെട്ടു പോയ ആളുകൾക്കാണ് നഷ്ടമുണ്ടാകുന്നത്, നരകമുണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്കങ്ങനെ നഷ്ടപ്പെടുത്താൻ സമയമൊന്നുമില്ല, നഷ്ടപ്പെടുത്താൻ ആയുസ്സൊന്നുമില്ല. നമുക്ക് ഉള്ളത് എങ്ങനെയെങ്കിലുമൊക്കെ മെച്ചപ്പെട്ട നിലയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി നന്നായി അമൽ ചെയ്യണം. ദിക്റുകൾ അധികം പറയണം, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. അള്ളാഹുവിനോട് ഒറ്റയ്ക്കും കൂട്ടായും ഇരുന്ന് ദുആ ചെയ്ത് കരഞ്ഞ് പടച്ചവന്റെ റഹ്മത്ത് ചോദിച്ചു വാങ്ങണം. ഖുർആൻ ഷരീഫ് നന്നായി ഓതണം, കുറേ ഓതാൻ ശ്രമിക്കണം. ഖുർആൻ മനസ്സിലെത്തി ഓതാൻ ശ്രമിക്കണം. ഖിയാമുൽ ലൈലിലും മറ്റു നിസ്കാരങ്ങളിലും ഒക്കെ മനസ്സുകൊണ്ട് പങ്കെടുക്കാൻ ശ്രമിക്കണം. പൂർണ്ണമായി നമ്മുടെ സമയം ഇഅ്തികാഫിന്റെ നിയ്യത്തോടു കൂടി പള്ളിയിൽ തന്നെ കഴിച്ചു കൂട്ടണം. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളിലല്ലാതെ നമ്മുടെ ഒരു സമയം ചെലവിടപ്പെടാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പറയുന്ന സംഗതികളൊക്കെ നമ്മുടെ വീട്ടുകാരോട്, കുടുംബത്തോട് നമ്മൾ പറയണം. ആയിഷ ബീവി സ്ത്രീയാണ്. നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്കും അവരെ മാതൃകയാക്കൽ നിർബന്ധമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാണ്. നമ്മൾ അതിനെക്കാട്ടി വലിയ ഭരണാധികാരികളൊന്നും അല്ലല്ലോ. ഭരണാധികാരിയിൽ ജീവിത തിരക്കൊക്കെ ഉള്ള, കച്ചവട തിരക്കൊക്കെ ഉള്ള നമ്മളും അതിനേക്കാളും വലിയ ആളൊന്നും ആണെന്ന് വിചാരിക്കരുത്. ഓരോ പുരുഷന്മാരും ശ്രദ്ധിക്കണം, ഓരോ സ്ത്രീകളും ശ്രദ്ധിക്കണം. വീട്ടിലുള്ള ഓരോരുത്തരോടും നമ്മൾ ഇതൊക്കെ പറയണം. അല്ലാഹു തആല അമൽ ചെയ്യാനുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി